ഒരു ചോക്കിന് വേണ്ടി ഇമ്മണി വലിയ അടി. ഇന്ന് സ്കൂളിലെ വലിയൊരു ആഘോഷമായിരുന്നു സേവനവാരം. രാവിലെ ഞങ്ങളെല്ലാവരും കയ്യും വീശി വലിയ സന്തോഷത്തോടെ സ്കൂളിലേക്ക് നടന്നു. ടൺ 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 സ്കൂൾ ബെല്ലടിച്ചു. ക്ലാസ് മാഷ് വന്ന് പറഞ്ഞു, എല്ലാവരും വേഗം പുറത്തോട്ട് ഇറങ്ങി നിന്ന്. ഞങ്ങൾക്കൊപ്പം മറ്റു ക്ലാസ്സിലെ കുട്ടികളും പുറത്തിറങ്ങി. മുറ്റത്ത് ഇറങ്ങിയതും വലിയ കലപിലിയായി. പക്ഷെ ദൂരെ നിന്ന് മാഷന്മാരുടെ പട വരുന്നത് കണ്ടതും എല്ലാവരുടെയും മിണ്ടാട്ടം മുട്ടി. ഹെഡ്മാഷും മറ്റ് അധ്യാപകരും ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ഹെഡ്മാഷ് മുന്നോട്ട് വന്നു സേവനവാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. മറ്റുള്ള മാഷന്മാരും സേവനവാരത്തിനെ പറ്റി പറഞ്ഞു തന്നു. അവസാനം ഞങ്ങളുടെ നെഞ്ചിരിപ്പ് കൂട്ടിക്കൊണ്ട് ബാലൻ മാഷിന്റെ ഊഴം വന്നു. സ്കൂളിലെ ഏറ്റവും കർക്കശനായ മാഷാണ് അദ്ദേഹം. വന്നപാടെ കയ്യിലിരുന്ന ചൂരൽവടി വായുവിലൂടെ ഒന്ന് വീശി. എല്ലാവരും പേടിച്ച് വിറച്ചുപോയി. ബാലൻ മാഷ് പറഞ്ഞു, സേവനവാരം പ്രമാണിച്ച് ഇന്ന് സ്കൂൾ പറമ്പിൽ വൃത്തിയാക്കലും പുല്ല് പറിക്കലാണ് ജോലി. ഏറ്റവും കൂടുതൽ പുല്ല് പറിക്കുന്ന ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഒന്നാം സമ്മാനമായി 2 ചോക്ക് തരും. 2ാം സ്ഥാനത്തുള്ളവർക്ക് 1 ചോക്ക്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സമ്മാനമുണ്ട്. എല്ലാവരും തയ്യാറല്ലേ? അതെ, ഞങ്ങൾ കുട്ടികളെല്ലാം ഒരുമിച്ച് പറഞ്ഞു. ആ മറുപടി മാഷിനെ അത്ര പിടിച്ചില്ല. എന്തേ, ആരും വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെയാണോ വന്നത്? ഒച്ചത്തിൽ പറയും. തയ്യാറല്ലേ? തയ്യാറാണ്, ഞങ്ങൾ ഒരേ സ്വരത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. മാഷന്മാർ കുട്ടികളെ 2 ഭാഗമായി തിരിച്ചു. പെൺകുട്ടികളെ ഒരു വശത്തും ആൺകുട്ടികളെ മറുവശത്തും നിർത്തി. തുടങ്ങിക്കോ. ആ വിലപിടിപ്പുള്ള ചോക്കുകൾ സ്വപ്നം കണ്ട് എല്ലാവരും പുല്ല് പറിക്കൽ ജോറാക്കി. പക്ഷെ വിചാരിച്ചതുപോലെ എളുപ്പമായി വേരുകൾ ആഴ്ന്നു കിടക്കുന്ന പുല്ല് അത്ര പെട്ടെന്ന് പോരുന്നില്ല. ചില ഇല്ലിക്കഷ്ണങ്ങൾ കൊണ്ട് മണ്ണ് കൊത്തിയെടുത്ത് വേരോടെ പറിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിലെ അന്ത്രുവിന് എങ്ങനെയെങ്കിലും 2 ചോക്ക് സ്വന്തമാക്കണമെന്നായിരുന്നു ആഗ്രഹം. അവൻ പുല്ല് പറിക്കന്റെ വേഗം കൂട്ടി. പക്ഷെ വേഗം കൂടിയതല്ലാതെ കയ്യിൽ പുല്ലൊന്നും കൂടുന്നില്ല. പറിച്ചിട്ട് വേണ്ടേ കൂടാൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ മാഷ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പുല്ല് പറിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. എല്ലാവരും 10 മിനിറ്റ് ഒന്ന് വിശ്രമിച്ചേ, അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങാൻ. ഞങ്ങൾ പറിച്ചു വെച്ച പുല്ലെല്ലാം ഓരോ കൂനയാക്കി വെച്ചു. എന്നിട്ട് കിണറ്റിൻകരയിലെ കൂടി ബക്കറ്റിൽ വെള്ളം കോരി കൈയും മുഖവും കഴുകി. ദാഹം മാറ്റാനായി മുഹമ്മദ് ആജിക്കയുടെയും നെയ്ത്തിരടയും ഓടി. 10 മിനിറ്റ് കഴിഞ്ഞതും മാഷിന്റെ വിശൽ ശബ്ദം മുഴങ്ങി. ഫീ. ഞങ്ങൾ വീണ്ടും ഓടിയെത്തി. തയ്യാറല്ലേ? മാഷ് ചോദിച്ചു. തയ്യാറാണ്, ഞങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വീണ്ടും പുല്ല് പറിക്കാൻ തുടങ്ങി. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് മാഷിന്റെ അടുത്ത അനൗൺസ്മെന്റ് വന്നത്. ഇനി 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. എല്ലാവരും സ്പീഡ് കൂട്ടിക്കോ. അന്ത്രു സ്വന്തം പുല്ല് കൂനിലേക്ക് നോക്കിയപ്പോൾ നെഞ്ചൊന്ന് കളിയാക്കി. അയ്യോ, ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് ചോക്ക് കിട്ടുമോ എന്ന് മനസ്സിൽ ചിന്തിച്ചു. അപ്പോഴാണ് അന്ത്രുവിന്റെ തലയിൽ ഒരു മിന്നാമിനുങ്ങ തെളിഞ്ഞത്. ആ വെളിച്ചം നേരെ ചെന്ന് വീണത് തോട്ടപ്പുറത്ത് പുല്ലുകൂന കൂട്ടിയിരുന്ന ഉമ്മുവിന്റെ അടുത്ത്. ഉമ്മു നല്ല തിരക്കിലാണ്, പുല്ല് പറിക്കുകയാണ്. ചുറ്റും നോക്കിയപ്പോൾ മാഷന്മാർ തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നു. ഇതാ പറ്റിയ സമയം, അന്ത്രു മനസ്സിൽ പറഞ്ഞു. ഒട്ടും സമയം കളയാതെ ഒരു തവളച്ചാട്ടം, പിന്നെ മറ്റൊരു തവളച്ചാട്ടം. അങ്ങനെ ചാടി ഉമ്മുവിന്റെ പുറകിലെത്തി. കയ്യിൽ കിട്ടാവുന്നത്ര പുല്ല് വാരിയെടുത്ത് അതേ സ്പീഡിൽ സ്വന്തം കൂനയിലേക്ക് തിരിച്ചെത്തി. വന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തെ പോലെ വീണ്ടും പുല്ല് പറിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ മാഷന്മാർ ആ ഭാഗത്തേക്ക് വന്നു. ദാ ഉമ്മു ഇരുന്ന് കരയുന്നു. ബാലൻ മാഷ് ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നു? ഉമ്മു ഒന്നും പറഞ്ഞില്ല. വീണ്ടും ചോദിച്ചപ്പോൾ അവളുടെ കൂട്ടുകാരി പറഞ്ഞു, മാഷെ, ഇവൾ പറിച്ചു വെച്ച പുല്ല് ആരോ എടുത്തോണ്ട് പോയി. കുട്ടി വിഷമിക്കേണ്ട, കള്ളനെ ഞാൻ ഇപ്പോൾ പിടിച്ചു തരാം, മാഷ് പറഞ്ഞു. ഇത് കേട്ടതും അന്ത്രുവിന്റെ നെഞ്ചിനുള്ളിൽ മൃദംഗം കൊട്ടാൻ തുടങ്ങി. പടച്ചോനെ, ഇനി ചോക്ക് പോയാലും മതി, ചൂരൽ മാത്രം വരരുതേ എന്നുള്ളിൽ പ്രാർത്ഥിച്ചു. പക്ഷെ മുഖത്ത് അതൊന്നും കാണിക്കാതെ ഉമ്മുവിനെ നോക്കി സങ്കടം അഭിനയിച്ചു നിന്നു. മാഷ് ഗർജിച്ചു, ആരെങ്കിലും ഈ കുട്ടിയുടെ പുല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ പറഞ്ഞു. മുഴുവൻ പേരും നിശബ്ദം. കാറ്റുപോലും ശബ്ദമുണ്ടാക്കാൻ പേടിച്ച പോലെ. അവസാനം മാഷ് ഉമ്മുവിനോട് പറഞ്ഞു, ഇനി പുല്ല് പറിച്ചു വെക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അത്രയും കേട്ടപ്പോൾ അന്ത്രുവിന് ശ്വാസം നേരെയായി. ആവൂ,
ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ മത്സരത്തിന്റെ അവസാന വിസലും മുഴങ്ങി. മാഷി എല്ലാവരുടെയും ഉൾക്കോണുകൾ പരിശോധിക്കാൻ തുടങ്ങി. ഒടുവിൽ ഫലപ്രഖ്യാപനം വന്നു. മാഷി വിളിച്ചു പറഞ്ഞു, ആൺകുട്ടികളിൽ 3-ാം ക്ലാസ്സിൽ 1-ാം സ്ഥാനം സിബായിന്റെ അറഫിനാണ്, 2-ാം സ്ഥാനം അന്ത്രുവിന്. എല്ലാവരും അറഫിനെയും അന്ത്രുവിനെയും നോക്കി. അവരുടെ കണ്ണുകളിൽ ദേഷ്യമാണോ സന്തോഷമാണോ എന്ന് അവന് മനസ്സിലായില്ല. ബാക്കി ക്ലാസ്സുകളുടെ വിജയികളുടെ പേരും പ്രഖ്യാപിച്ചു. മാഷി എല്ലാവരോടും പറഞ്ഞു ക്ലാസ്സിലേക്ക് പോകാൻ. ക്ലാസ്സിലേക്ക് കയറുന്നതിനിടയിൽ അന്ത്രു പതിയെ ഉമ്മുവിനോട് പറഞ്ഞു, നീ കരയണ്ട കേട്ടോ, ഞാൻ മൂത്തമ്മയോട് ഉമ്മുവിന്റെ ഉമ്മ പൈസ വാങ്ങി നിനക്ക് ചോക്ക് വാങ്ങിത്തരാം. അതാ ഞങ്ങളുടെ ക്ലാസ് മാഷ് ചോക്കുമായി വരുന്നു. അന്ത്രുവിനും അറഫിനും തുള്ളിച്ചാടണം എന്ന് തോന്നി. ആദ്യം 1-ാം സ്ഥാനക്കാരനായ അറഫിനെ വിളിച്ച് 2 ചോക്ക് കൊടുത്തു. പിന്നീട് അന്ത്രുവിനെ വിളിച്ച് 2-ാം സ്ഥാനത്തിലുള്ള ആ ഭാഗ്യ ചോക്ക് കയ്യിൽ കൊടുത്തു. പെൺകുട്ടികളിൽ 1-ാം സ്ഥാനം CH സുബിക്ക് 2 ചോക്കും, 2-ാം സ്ഥാനം കായന്റെ നസീന് 1 ചോക്കും കിട്ടി. അങ്ങനെ ചോക്ക് കിട്ടിയ സന്തോഷത്തിൽ ഇന്നത്തെ ഹീറോ ഞാൻ തന്നെ എന്ന ഭാവത്തിൽ ചോക്ക് കറക്കി നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബാലൻ മാഷ് ധൃതിയിൽ ക്ലാസ്സിലേക്ക് കയറി വന്നത്. അന്ത്രു ഇവിടെ, മുന്നോട്ട് വാടാ. അത് കേട്ടതും അന്ത്രുവിന്റെ വയറ്റിലുണ്ടായിരുന്ന ചിത്രശലഭങ്ങളെല്ലാം കാക്കുകളായി പറന്നു. കൈ നീട്ടടാ. അന്ത്രു കൈ നീട്ടി. ടപ്പ് 1-ാമത്തെ അടി, ടപ്പ് 2-ാമത്തെ അടി, ടപ്പേ 3-ാമത്തേതും വീണതോടെ അന്ത്രുവിന്റെ കണ്ണിൽ നിന്നല്ല ആത്മാവിൽ നിന്നാണ് കണ്ണീര് വന്നത്. മാഷി പറഞ്ഞു, നിനക്ക് കിട്ടിയ ചോക്കിങ്ങടുത്തെ. വേദന കൊണ്ട് വിറച്ച കൈ കൊണ്ട് അന്ത്രു ചോക്ക് കൊടുത്തു. അത് വാങ്ങി മാഷി മാളിയിലെ മുന്നിൽ കൊടുത്തിട്ട് പറഞ്ഞു, സത്യത്തിൽ 2-ാം സ്ഥാനം ഇവനാണ്. പിന്നെ നാരായണൻ മാഷിനെ നോക്കി, ഉമ്മുവിന്റെ പുല്ല് അടിച്ചു മാറ്റിയത് ഇവനാണ്. അതും പറഞ്ഞ് മാഷി പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ക്ലാസ് മുഴുവൻ പൊട്ടിച്ചിരി. നാണക്കേട് കൊണ്ട് അന്ത്രു തലകുനിച്ചു നിന്നു. പക്ഷെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം, ആരായിരിക്കും ആ ഒറ്റുകാരൻ? സ്കൂൾ വിട്ടിറങ്ങിയപ്പോൾ ഉമ്മ പുറകിൽ ഓടി വന്ന് പറഞ്ഞു, ഞാൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. അടിയുടെ വേദനയിൽ അന്ത്രുവിന്റെ നാവ് തോറ്റില്ല. പോയി പറഞ്ഞോ, ആ പുല്ല് മുഴുവൻ കിട്ടിയാലും നിനക്ക് സെക്കൻഡ് കിട്ടില്ലായിരുന്നു. ചോക്കൊക്കെ ഉഷിരുള്ള പെണ്ണുങ്ങൾ കൊണ്ടുപോയി, നീ പോയി പണി നോക്കടി എന്ന് പറഞ്ഞ് വലിയ ആളെ പോലെ തിരിഞ്ഞു നടന്നു. പക്ഷെ 10 അടി നടന്നപ്പോഴേക്കും കയ്യിലെ ചൂരന്റെ നീറ്റൽ വീണ്ടും ഓർമ്മ വന്നു. അതിലും വലിയ ഭയം, ഉമ്മു ശരിക്കും വീട്ടിൽ പറഞ്ഞ അവൾ പറയും. വീട്ടിലെ ഉമ്മയുടെ കയ്യിൽ കന ഓർമ്മ വന്നു. മാഷിൻ്റെതിനേക്കാൾ കട്ടിയാണല്ലോ. ആ ചിന്ത വന്നതും അന്ത്രുവിന്റെ നെഞ്ചിരിപ്പ് വീണ്ടും കൂടി. കയ്യിലെ വേദനയും മനസ്സിലെ ഭയവും കൂടി. പതിയെ പതിയെ അന്ത്രു വീട് ലക്ഷ്യമാക്കി നടന്നു. ശുഭം.